ഹായ് മക്കളെ, എനിക്ക് തോന്നുന്നത് NTA ഈ വർഷം നടത്തിയ ഏറ്റവും വലിയ സ്കാമാണ് നീറ്റ് 2024 എന്നാണ്. കാരണം ജെയുടെ കേസിലൊക്കെ കോപ്പിയടി എന്നുള്ള ആരോപണമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു ആരോപണം മാത്രമായിരുന്നു. പക്ഷേ നീറ്റ് 2024 പല വിഷയങ്ങളിൽ നിന്നുണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഓരോന്നായിട്ട് ഞാൻ കടന്നു വരാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് 720 മാർക്കിൻ്റെ പരീക്ഷയിൽ 720 മാർക്ക് വാങ്ങി എത്ര ആൾക്കാരുണ്ടെന്നറിയോ? എത്ര ആൾക്ക്? ഇത് NTAയുടെ ഒഫീഷ്യൽ അവർ തന്ന ലിസ്റ്റ് പ്രകാരം തന്നെ നോക്കുകയാണെങ്കിൽ 67 ആൾക്കാരാണ് ഒന്നാം റാങ്ക് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളത് എല്ലാവർക്കും അറിയാം എയിംസ് ഡൽഹിയാണെന്നുള്ളത് അല്ലേ. ആൻഡ് എയിംസ് ഡൽഹിയിൽ ജനറലിൽ ഏകദേശം 55 സീറ്റാണുള്ളത്. 67 ആൾക്കാർക്കാണ് ഫുൾ മാർക്ക് വാങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു സാഹചര്യം. അതായത് ഫുൾ മാർക്ക് വാങ്ങിയിട്ട്, അത് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതായത് പരീക്ഷയ്ക്കുള്ള മുഴുവൻ ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് കുട്ടികൾക്ക് ഇത്തവണ എയിംസ് ഡൽഹിയിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർ സീറ്റ് വർദ്ധിപ്പിക്കണം. എന്ത് അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ എന്തായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനാഷണലി ഇന്ത്യയുടെ ഒരു അവസ്ഥ, പരീക്ഷയുടെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ 60, അതായത് കഴിഞ്ഞ വർഷം 2 ആൾക്കാർക്കാണ് 720 വാങ്ങിയത്. അത് 67 മാത്രം എളുപ്പമായിട്ടുണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ആൻഡ് അവിടെയാണ് അടുത്ത ഡൗട്ട് വരുന്നത്. ആൻഡ് ഇത് വളരെ വളരെ ക്രിറ്റിക്കലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് NTAയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ആദ്യത്തെ 64 മുതൽ ഏകദേശം ഇവിടെ വരെ വരുന്ന ഇവരുടെ റോൾ നമ്പറുകൾ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ 230710 ആണ് മുഴുവൻ ആൾക്കാരുടെയും റോൾ നമ്പറിൻ്റെ തുടക്കം. ആൻഡ് അവസാനത്തെ 3 ഡിജിറ്റ് മാത്രമാണ് ഇവിടെ മാറിയിട്ടുള്ളത്. 403, 460, 178, 037, 186, 198. ഇതൊക്കെ ഹരിയാനയിലുള്ള ഒരു സെൻറ്ററിൽ പരീക്ഷ എഴുതിയ ആൾക്കാരായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 68-ൽ 4 ആൾക്കാർക്ക് ഫുൾ മാർക്ക്. അതായത് 67-ലെ 4 ആൾക്കാർക്കാണ്, ആദ്യത്തെ 67-ലെ ഫുൾ മാർക്ക് നേടിയ 4 ആൾക്കാർ ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 4 ആൾക്കാർക്കുണ്ട്. അവരെ ഞാൻ നോക്കി, പല സെൻറ്ററുകളിലാണ് റോൾ നമ്പർ വൈസ്. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? പിന്നെ ഇനി അടുത്തതാണ് അതിലും വലിയ കോമഡി. 68-ഉം 69-ഉം റാങ്ക് കിട്ടിയ കുട്ടികളുടെ മാർക്ക് എത്രയാണെന്നോ? 719, അതേപോലെ തന്നെ 718. അതിൽ 719 വാങ്ങിയ കുട്ടിയുടെ ഇത് ഞാൻ തന്നെ എന്ത് ചെയ്തു തരാം, ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്കോർ കാർഡ്. ഇത് ഓൾറെഡി ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ അപ്ലിക്കേഷൻ നമ്പറും ഈ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 719 മാർക്കാണ്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീറ്റിൽ 720 മാർക്ക് പരീക്ഷയിൽ ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റിന് -1 ആണെങ്കിൽ ഫസ്റ്റ് റാങ്കിന് 720 കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ തൊട്ട് താഴെ കിട്ടാൻ പോകുന്ന മാർക്ക് ഏതായിരിക്കും? ഒരു ഉത്തരം എഴുതാതെ വിട്ടവൻ്റെ മാർക്കായിരിക്കും അല്ലേ. അതെത്രയാണ്? 716 മാർക്കായിരിക്കണം. 720 കഴിഞ്ഞാൽ 716 വേണ്ടത്. പക്ഷേ 719 കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ 718 കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു? ഇനി ഒരു എക്സ്പ്ലനേഷൻ NTA തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. അതായത് ഇവർക്ക് സമയമില്ല എന്നുള്ളത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തതാണെന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബാക്കി എല്ലാ ആൾക്കാർക്കും സമയം കിട്ടാത്ത, എല്ലാവർക്കും കൃത്യസമയം തന്നെയാണ് കിട്ടിയത്. ഇൻവിജിലേറ്റേഴ്സ് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് അരമണിക്കൂറും 3/4 മണിക്കൂറും പോയ ഒരുപാട് കുട്ടികളെ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കേസാണ്. അതേപോലെ തന്നെ നീറ്റ് പോലത്തെ ഒരു എക്സാമിലൊക്കെ ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സ്കാം എന്താ ഉള്ളത്? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ നിങ്ങൾ ആലോചിക്കണം. അതായത് എൻ്റെ മനസ്സിലൊക്കെ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തൊടാതെ മുഴുവൻ, ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, കൈകടത്തലുകളില്ലാതെ മുഴുവൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന എക്സാം. നിങ്ങൾ OMR എഴുതുന്നു, ആ OMR എന്താണെന്നാണ് ഒരു മെഷീനിലിടുന്നു, ആ മെഷീൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ OMR സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു സമയത്ത് മെയിൽ അയക്കുന്നു, കറക്റ്റ് ആൻസർ കീ വെച്ചിട്ട് മെഷീൻ തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് തന്നെ സിസ്റ്റം തന്നെ റാങ്ക് ജനറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഗ്രേസ് മാർക്ക് കൊടുത്തത് ആരാ? ഈ 2 കുട്ടികൾക്ക് ഇതുപോലെ 719-ഉം 718-ഉം ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ബാക്കി ഒരുപാട് ആൾക്കാർക്ക് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഗ്രേസ് മാർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതായത് ഇത് പരീക്ഷ എഴുതി നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ അപമാനിക്കുന്നതൊന്നും അല്ല കേട്ടോ. കാരണം ഇതേപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ നന്നായി പഠിച്ചിട്ട് 650, 660, 670 മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ പലരും എന്താ ഒരു സേഫ് സോൺ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡൗട്ടുള്ള ചില ക്വസ്റ്റ്യനൊക്കെ എഴുതാതെ വെച്ച് എന്തായാലും MBBS ഉറപ്പാണല്ലോ എന്നുള്ള രീതിയിൽ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. പക്ഷെ അവരൊക്കെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ മാർക്ക് ദാനം കൊടുത്തിട്ട്. ഈ 2 കുട്ടികൾക്കാണ് ഗ്രേസ് മാർക്ക് കൊടുത്തതെങ്കിൽ ബാക്കി കുട്ടികൾക്ക് ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നുള്ളത് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? മൂന്നാമത്തെ പ്രശ്നം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ. ഒരേ സെൻറ്ററിൽ ഹരിയാനയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കുട്ടികൾ ഒരേ ഇതിൽ. ഇതിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കുട്ടികൾക്കും എന്താ ഒരു ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം എന്നുള്ള രീതിയിലാണുള്ളത്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു സിംഗിൾ നെയിം കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല കേട്ടോ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ സംഭവിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അടുത്തത്, അതായത് ഒരേ മാർക്ക് വന്ന കുട്ടികളുടെ റാങ്ക് എങ്ങനെയാണ് ടൈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. ഇതിൽ NTA ഈ വെബ്സൈറ്റിൽ തന്നെ ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, ഇതാണ് അതിൽ. അതായത് ആദ്യമൊക്കെ നിങ്ങൾക്കറിയാം ഫുൾ മാർക്ക് സ്കോർ ചെയ്ത്, പിന്നെ ബയോളജിക്കാണ് എന്തുള്ളത് മാക്സിമം സ്കോർ നോക്കുക, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്, പിന്നെ അതിൽ തന്നെ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ തെറ്റിച്ച് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ അതായത് 720 മാർക്ക് ആൾക്കാർ, ഇതൊക്കെ ശരിയല്ലേ? അപ്പം അതിനുശേഷം ഏറ്റവും അവസാനമുള്ള ടൈ ബ്രേക്കർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ നമ്പർ ഇൻ അസെൻഡിങ് ഓർഡർ ആണ്. അതായത് എന്തൊക്കെ പറഞ്ഞാലും ടൈ ബ്രേക്കറുകൾ പലപ്പോഴും ലോജിക്കില്ലാത്ത വിഷയം വരാറുണ്ടെങ്കിൽ കൂടി ഇത് ലോജിക്കില്ലാത്തതിൽ പോലും ഒരു ലോജിക്കില്ലായ്മ പോലെ ഫീൽ ചെയ്യും. അതായത് ആദ്യം അങ്ങനെ ആയിരിക്കില്ല അപ്ലിക്കേഷൻ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു പെർട്ടിക്കുലർ നമ്പർ വെച്ച് ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ കൂടി വരികയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അപ്ലിക്കേഷൻ നമ്പർ ആരതാണോ ചെറുത് അവർക്കായിരിക്കും മുൻഗണന എന്നുള്ളതാണ്. എന്തായാലും അതായത് ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടാണ് ഇത് പിക്ക് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്നത് എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഒരേ മാർക്ക് കിട്ടിയിട്ട് താഴോട്ടേക്ക് റാങ്ക് വന്നത്. പക്ഷെ ഇതതല്ല. എന്താ സംഭവിക്കുന്നത്? അപ്ലിക്കേഷൻ നമ്പർ, പ്രത്യേകിച്ച് ഇതിനൊരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. എനിക്കറിയാം കുറേ കുട്ടികൾ നീ നീറ്റിന് അപ്ലൈ ചെയ്തില്ല, അച്ഛൻ അടുത്ത ആഴ്ച പൈസ ആക്കിയിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുട്ടികളെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്തായിരിക്കും ചിലപ്പോൾ ഒരേ മാർക്ക് കിട്ടിയാലും റാങ്ക് ഒരുപാട് താഴോട്ട് പോകും. പ്രത്യേകിച്ച് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ വരുന്ന സമയത്ത് ഒരേ റാങ്ക് നില വന്നിട്ടും അപ്ലൈ ചെയ്യാൻ വൈകി എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് ചിലപ്പം ചില കുട്ടികൾക്ക് ഗവൺമെൻറ് MBBS സീറ്റുകൾ തന്നെ നഷ്ടപ്പെടും. അവരുടെ MBBS എന്ന ഡ്രീം തന്നെ നഷ്ടപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടോപ്പ് 100 സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ടോപ്പ് 100 സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. യെസ്, ഇവർക്ക് മുഴുവൻ ആൾക്കാർക്കും 720 ഇതിൽ വേറൊരു കോമഡിയും ഉണ്ട്. സംഭവം കട്ട് ഓഫും ടൈ ബ്രേക്കറൊക്കെ ഇവർ വെച്ചു. അപ്പം ഈ പറഞ്ഞ ടൈ ബ്രേക്കർ പ്രകാരം തന്നെ 1 മുതൽ 67 വരെ നീറ്റിൻ്റെ റാങ്ക് വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അവരവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ എന്താ സാധാ സ്കൂൾ നടത്തുന്ന ഒരു ക്ലാസ് ടെസ്റ്റ് അല്ല, നീറ്റാണ്. അപ്പോൾ അവിടെ ഒരു റൂൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലേ, ഫസ്റ്റ് റാങ്കിന് മാത്രം അങ്ങനെ വേണ്ടാന്ന് അങ്ങനെ ഇവിടെ ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവർക്ക് തോന്നിയ പോലെ അങ്ങ് ചെയ്യുക. അതായത് ആകെ മൊത്തം ഒരു അലമ്പുള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീ വന്നിട്ട് 2 ദിവസം കൊണ്ട് തന്നെ എന്താ പറയുക നീറ്റ് റിസൾട്ട് വരിക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വലിയ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോസിബിൾ ആണെന്നൊക്കെ പറയാം. പക്ഷേ എലക്ഷൻ റിസൾട്ടിൻ്റെ അന്ന് തന്നെ ഇത് റിലീസ് ചെയ്യുന്നത് വഴി ഇതുകൊണ്ടുള്ള വിവാദങ്ങൾ മാക്സിമം കുറക്കുക എന്നുള്ളത്. കാരണം അതിലും വലിയ വിവാദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുമ്പോൾ ഈ നീറ്റൊക്കെ എന്തിനാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുമെന്നുള്ള ഒരു ഇതിലായിരിക്കും. കാരണം ആദ്യത്തെ 60 കുട്ടികൾക്ക് ടൈ ബ്രേക്കർ ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ അതിനുശേഷമുള്ള നോക്കുക 68, 69 നമുക്കറിയാം ഗ്രേസ് മാർക്ക് എടുത്ത കുട്ടികളാണെന്നുള്ളത്. പിന്നെ 70 മുതൽ ഒരുപാട് കുട്ടികൾക്ക് എന്താണ് ഒരേ മാർക്കാണ് വന്നിട്ടുള്ളത്. ആ മാർക്ക് എത്രയായിരിക്കും? ആ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 611 ആണ്. പിന്നെ 314 വരും. ഈ 314 എന്ന് പറയുന്നത് 716, 715 മാർക്കുള്ളതായിരിക്കും ആദ്യത്തെ 100 റാങ്കിൽ. ആദ്യത്തെ 100 റാങ്കിൽ 715 മാർക്കുള്ള ഇത്രയും കുട്ടികളാണ് വന്നിട്ടുള്ളത്. ആവനി ജെയിൻ വരെ ഏറ്റവും അവസാനം. അതിനുശേഷം ഉണ്ട് ഒരുപാട് കുട്ടികൾ 716 മാർക്കുള്ളത്. അവരൊന്നും ഇതിലില്ല. അതെന്തുകൊണ്ടാണ്? അവർ അപ്ലിക്കേഷൻ നമ്പർ
വൈകിട്ട്. അതായത് ആകെ മൊത്തം ഒരു സ്കാം നടക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം 67 ആൾക്കാർ ഫുൾ ഇതിലേക്ക് വന്നു. അത് വലിയ പ്രശ്നമല്ലാന്ന് കരുതി എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടാണ് പറയാം. ഒരേ സെൻറ്ററിൽ പഠിച്ച 6 പേർക്കാണ് ആദ്യത്തെ റാങ്കുകളിലേക്ക് വന്നിട്ടുള്ളത്. ഒരേ സെൻറ്ററിൽ പഠിച്ച 6 പേർ. ഈ നമ്മളുടെ വിവാദമായിട്ടുള്ള ഈ 2 കുട്ടികളുണ്ടല്ലോ, ആ വിശാഖ എന്നുള്ളതും യാഷ് കത്താരിയ എന്നുള്ളതും, അവരൊക്കെ എന്താണ് ഈ സെയിം സെൻറ്ററിലാണ് പരീക്ഷ എഴുതിയത്. അവർക്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർക്ക് തന്നെയാണ് ഗ്രേസ് മാർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കുട്ടികൾക്കും ചിലപ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവരുടെ ഗ്രേസ് മാർക്ക് ആകുമ്പോൾ 720. ഭാഗ്യം എന്ത് 721 722 വരാത്തത് ഭാഗ്യം എന്ന് കരുതിയാൽ മതി. വലിയ പ്രശ്നമാണ്. ഇനി എത്ര ആൾക്കാർക്ക് ഗ്രേസ് മാർക്ക് വേറെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെയോ ഈ സംഭവം എന്ത്, നമുക്ക് ടൈ ബ്രേക്കർ ക്രൈറ്റീരിയ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളുടെ, ഒരുപാട് കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നീറ്റ് 2024. അതങ്ങോട്ട് കൊളാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. റീടെസ്റ്റ് വേണമെന്നുള്ളതല്ല, വേണമില്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം NT എന്ത് ചെയ്യണം, ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടി തരണം. ഇത് വെറുതെ ഒരാൾ കോപ്പി അടിച്ചെന്നുള്ള കേസല്ല സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെച്ച് പ്രകാരം തന്നെയാണ് ഇത് നമുക്ക് ചെയ്തത്. ഇപ്പം 718 മാർക്കിൻ്റെ കുട്ടിയുടെ അടക്കം ഞാൻ എന്തുണ്ട് ഇവിടെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, സ്കോർ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ 700 ST കാറ്റഗറിയിലാണെന്ന് തോന്നുന്നുണ്ട്. നീറ്റ് റാങ്ക് ആയി മാറിയോ? സ്കോർ ഉണ്ടായിരുന്നല്ലോ. ഇതാ 718 മാർക്ക്. ഇതാ SC കാറ്റഗറിയിലെ 3ാമത്തെ സ്കോറായിട്ട് അവൻ്റെ മാർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഹരിയാനയിലെ ആ ഒരു കുട്ടി യാഷ് കട്ടാരിയ. എന്താ ചെയ്യുക, NTA മറുപടി പറയണം, അത്രയേ ഉള്ളൂ.